ഹലോ ഗായ്സ്, ഞാൻ എന്താ വീണ്ടും വന്നേ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങോട്ട് പോകണമെന്നല്ലേ പറഞ്ഞു. അപ്പം നമ്മൾ അടുത്ത കാളെ കാണാനായിട്ട് വേറെ ഒരു സ്ഥലത്ത് വന്നേ. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ പ്ലോട്ട്, പിന്നെ കൈകൊട്ടിക്കളി, പിന്നെ വേറെ കുറേ സംഭവം ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പം നമ്മൾ അവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് ഓരോന്നോരോന്നായിട്ട് കാണുമായിരുന്നു. അപ്പോൾ അത് ശിവൻ്റെ ഫ്ലോട്ട് ഉണ്ടായിരുന്നു, ദേവിയുടെ ഫ്ലോട്ട് ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ അത് കഴിഞ്ഞതാ മറ്റേ സംഭവം മറ്റേ തലയിൽ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ മറ്റേ സംഭവം ഉണ്ടായിരുന്നു പാവ, പക്ഷേ അത് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോയത്. പിന്നെ അതാ മറ്റേ അമ്മൻകുടം എന്നല്ലേ പറയണേ, അത് തന്നെ അതുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്നിട്ട് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടും ദിവ്യയും കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവായിരുന്നേ. എന്നിട്ട് ഇതാ അവന്മാർ അനീഷും ആനന്ദും കൂടെ അവനെ ഡാൻസ് കളിപ്പിച്ചു. ഞാൻ അവരറിയാതൊന്ന് നൈസായിട്ട് വീഡിയോ എടുത്തതാണ് അത്. അങ്ങനെ ഇതാ ലൈറ്റ് കത്തുന്ന അമ്മൻകുടം. പിന്നെ മറ്റേത് നാസിക് ഡോള് അതുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതാ സംഭവം മറ്റേ ലൈറ്റൊക്കെ കത്തുന്ന എന്തോ ഒരു സംഭവം, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ കാണുന്ന മാത്രമേ ഉള്ളേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അതാ ഈ സാധനം ഉണ്ടായിരുന്നു. സാധനം വെച്ചാൽ ഇതാ മറ്റേ ഇതുമാതിരി സന്യാസിമാരൊക്കെ വേഷം കെട്ടുന്ന സാധനം, മറ്റേ അഘോരികളോ അങ്ങനെ എന്തോ അല്ലേ ഇതിനെ പറയുന്നത്, എന്ത് സംഭവം അതും ഉണ്ടായിരുന്നേ. അവരിതാ എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നത്. ഏതോ ഒരു ഹിന്ദി പാട്ടായി എന്തോ ഒരു പാട്ടായിരുന്നു. ആ പാട്ട് കേട്ടിട്ട് എനിക്കാണ് ചിരി വരുമായിരുന്നു. അവർ ആ പാട്ടിനനുസരിച്ചല്ല സ്റ്റെപ്പ് ഇടുന്നത്, വേറെ എന്തോ ഒരു സ്റ്റെപ്പൊക്കെയാണ് അവർ കാണിക്കുന്നത്. അങ്ങനെ അതാ അവരെ കണ്ട് ദുവിയും എന്തോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ പറഞ്ഞില്ല നേരത്തെ മറ്റേ പാവയെ കണ്ടോട്ട് ഇതൊക്കെ ഇതൊക്കെ ആയെന്നാണ് അവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അതും പോയി ഇതാക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എന്തുവാണെന്നും പറഞ്ഞ് അവൻ അതിശയത്തോടാണല്ലോ നോക്കണത്. അങ്ങനെ നമ്മൾ പിന്നെ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയപ്പോൾ ഇതാണ് മറ്റേ ഇപ്പം നമ്മൾ കണ്ടില്ല അതിൻ്റെ കൂടെയുള്ള കാളയാണ് ഇത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അടുത്തത് കാണാൻ പോയേ. അങ്ങനെ അടുത്ത് നമ്മൾ ഘോഷയാത്രയുടെ ബാക്കിൽ നിന്നാണ് പോയത്. അപ്പോൾ അതിൻ്റെതും അത് കഴിഞ്ഞുള്ളത് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലേ. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങ് വീട്ടിലല്ല, നമ്മൾ കാട്ടാക്കടയ്ക്കാണ്. നമുക്ക് ആമസോണിൽ നിന്ന് ദുവിയുടെ പാമ്പേഴ്സ് വരാനുണ്ടായിരുന്നു, അത്യാവശ്യമായിരുന്നു. നമ്മളത് കാട്ടാക്കട പോയി വാങ്ങിച്ച്, വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയി കാട്ടാക്കട കിടക്കുമായിരുന്നു. നമ്മൾ ആ വഴിക്ക് കാട്ടാക്കട പോയിട്ട് തിരിച്ച് നമ്മളിന്ന് വീട്ടിൽ വന്നേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം, ബൈ.